ഹലോ, അങ്ങനെ ഒബ്സഷൻ സിനിമ ഉണ്ട് കേട്ടോ. സിനിപോളിസിലാണ് പോയി കണ്ടത്, നമ്മുടെ കൊച്ചിയിലുള്ള. പക്ഷേ ഇതേപോലൊരു മൂഞ്ചി തിയേറ്ററിലായിരുന്നു. റെസൊല്യൂഷനൊക്കെ പ്രശ്നമായി, ഇവർ പടം നിർത്തിവെച്ച് പിന്നെ ഇവർ ആസ്പെക്ട് റേഷ്യോ മാറ്റി. തലവേദനയായിരുന്നു. പക്ഷെ പടം മോനെ കുറേ നാളുകൾക്ക് ശേഷം ഇതിനകത്ത് ഗോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ സിനിമയ്ക്കകത്ത്. പക്ഷേ ജംപ് സ്കെയറും സ്ലോ ബേൺ ടെൻഷൻസാണ് ഫുള്ള് പടത്തിനകത്ത്. നമ്മളെ ആ ഗ്രിപ്പ് ചെയ്ത് പടത്തിനകത്ത് ഇരുത്തും. ചെറിയ ബഡ്ജറ്റിലെടുത്ത സിനിമയാണ്. $750,000 ചിലവായിട്ടുള്ള ഈ സിനിമയ്ക്കകത്ത്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി $220 million ഈ പടം ഓൾറെഡി ഗ്രോസ് പ്രോഫിറ്റിലാണ്. അതേപോലെ തന്നെ അതിനകത്തൊരു ആക്ട്രസ് ഉണ്ട്, ഇൻഡി നവരാറ്റ എന്നൊക്കെ പറഞ്ഞത്. വാട്ട് എ പെർഫോമൻസ്. പടത്തിനകത്ത് മെയിൻലി 4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു ചെറിയ പാർട്ടിക്കകത്ത് വരുന്ന ഒരു 4-5 ക്യാരക്ടർ. ഈ ഒരു ഹീറോയിനും മാത്രമേ ഉള്ളൂ. ഇതൊരു ഒബ്സഷൻ ബേസ്ഡ് സ്റ്റോറിയാണ്. നമ്മുടെ ആക്ടറിന് ആക്ട്രസിനോട് ഭയങ്കര ക്രഷാണ്. അപ്പം ഒരു മാജിക് പോയി ചെയ്തിട്ടൊരു സ്റ്റിക്ക് ഒടിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റിക്ക് ഒടിച്ചു കഴിഞ്ഞിട്ട് ഈ പെണ്ണിന് ഇയാളോടുണ്ടാവുന്ന ഒബ്സഷൻ, എൻ്റെ പൊന്നോ, ഫാബുലസ്ലി റിട്ടൺ. ചില സീൻസൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എവ്രിബഡി ഇൻ ദ തിയേറ്റർ വാസ് എൻജോയിങ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, രാത്രി കാണുക ഈ പടം. സൈക്കോളജിക്കൽ ഹൊറർ ഡ്രാമ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി കാണുക, യു വിൽ ലവ് ഇറ്റ്. അപ്പോൾ ഈ പടത്തെ ഞാൻ 5-ൽ ഒരു 4.5 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ റിവ്യൂസ് ചെയ്യാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു.